റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. പുടിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇപ്പോൾ വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. വിനീത, വളരെ ആഘോഷപൂർവ്വം ഔപചാരികത കൂടിയാണ് ഈ റഷ്യൻ പ്രസിഡന്റിന് ഇന്ത്യ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ സ്വീകരണം കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണല്ലോ. എന്തൊക്കെയാ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ളത് വിനീത? GK പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം രാജ്യതലസ്ഥാനത്ത് എത്തുന്നത്. വിപുലമായിട്ടുള്ള സ്വീകരണം, ഹൃദ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ, അങ്ങനെയുള്ളൊരു സ്വീകരണം ഒക്കെ തന്നെയാണ് ഇന്ത്യ അദ്ദേഹത്തിനായി നൽകിയിരിക്കുന്നത്, രാജ്യം അദ്ദേഹത്തിനായി നൽകിയിരിക്കുന്നത്. ഇന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക പരിപാടികൾ തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം രാഷ്ട്രപതി ഭവനിലെത്തി ഔദ്യോഗിക സ്വീകരണം സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അദ്ദേഹത്തെ സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തു. അതിനുശേഷം രാജ്ഘട്ടിൽ പുടിൻ എത്തുകയും അവിടെ മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇരുവരും പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ രാജ്ഘട്ടിൽ നിന്ന് അദ്ദേഹം നേരെ ഹൈദരാബാദ് ഹൗസിലേക്കാണ് പോയത്. അവിടെയാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഒരുപക്ഷെ ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും ഇപ്പോൾ അല്പസമയത്തിനകം ഹൈദരാബാദ് ഹൗസിൽ ആരംഭിക്കുക എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം, അതിന് പിന്നാലെ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്, ഒപ്പം തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ എന്നുള്ളത് തന്നെയാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ മേഖല, വാണിജ്യം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഏതാണ്ട് 10ഓളം കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുടിന് പ്രത്യേകമായിട്ടുണ്ടായിട്ടുള്ള ഒരു അത്താഴ വിരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. നേരത്തെ മോസ്കോ സന്ദർശിച്ച വേളയിൽ വ്ളാഡിമിർ പുടിനും സമാനമായി പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലേക്കൊരു അത്താഴ വിരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് പ്രധാനമന്ത്രി പുടിന് സമാനമായി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഭഗവത്ഗീതയിലെ സന്ദേശങ്ങൾ അത് എക്കാലത്തും നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സൗഹൃദം അത് കാലാതീതമായി നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദമാണെന്നൊക്കെ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ അദ്ദേഹം രാഷ്ട്രപതി ഭവനിലെത്തി ഔദ്യോഗിക സ്വീകരണം വാങ്ങി. അതിനുശേഷം രാജ്ഘട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇതാ ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും ഏതൊക്കെ മേഖലകളിലാണ് ഇനി ഒന്നിച്ച് മുന്നോട്ട് പോവുക, ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഏതൊക്കെ ധാരണാപത്രങ്ങളിലാണ് ഒപ്പുവെക്കുക, നിർണായകമായ സന്ദർശനവും നിർണായകമായ കൂടിക്കാഴ്ചകളുമാണ് ഡൽഹിയിൽ നടക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ ഹൈദരാബാദ് ഹൗസിൽ പുരോഗമിക്കുമ്പോൾ വിനീത വിജു ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.